അമ്മ നമ്മൾ ആവശ്യപ്പെട്ടായിരുന്നല്ലോ കേസ് എടുക്കണം എന്നുള്ളത്. അത് കേസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആർക്കും ഇത് വരരുത്. അത് മാത്രം എന്റെ വിധി. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗം ഉണ്ടാവരുത്. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗം ആർക്കും സഹിക്കാൻ പറ്റൂല. ഏത് മക്കൾക്കും അമ്മക്കും അച്ഛനും ഇങ്ങനത്തെ ഒരു യോഗം ഉണ്ടാവരുത്. അതാർക്കും സഹിക്കാൻ പറ്റൂല. എനിക്ക് ഞാനൊന്നാൾ അനുഭവിച്ച് ഈ ലോകത്തിൽ ഒരാളും ഇത് അനുഭവിക്കാൻ പാടില്ല. അത് മാത്രമുള്ളൂ എനിക്ക്. ഒരു ലോകത്തിൽ ഒരാൾക്കും ഇനി വിധി കൊടുക്കരുത് ഭഗവാൻ. അത് അതിണ്ടാകാൻ പാടില്ല. ഒരമ്മക്കും അച്ഛനും മക്കൾക്കും ഇങ്ങനത്തെ ഒരു വിധി. എൻ്റെ മോൻ വളരെ പാവായി പോയി. എൻ്റെ മോൻ വളരെ പാവായി പോയി. അതാണ് ഇതൊക്കെ ചെയ്തത് എൻ്റെ കുട്ടി. എൻ്റെ കുട്ടി ഒരു വാക്ക് എന്നോട് പോലും എൻ്റെ കുട്ടി പറഞ്ഞില്ലല്ലോ. എന്നെ പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് കിടത്താൻ എൻ്റെ കുട്ടീനെ വിടൂലേ. അവനെന്തോ പേടിച്ച് പോയി. അത്രയും പാവാണ് എൻ്റെ കുട്ടി. ഇന്ന് വരയ്ക്ക് ഒരു പെണ്ണിനോട് ഒരാളോട് ഒരു മുഖം കറുപ്പിച്ച് ചീത്തത്തരത്തിലൊരു വർത്താനം എൻ്റെ കുട്ടി പറഞ്ഞിട്ടില്ല. ഈ 41 വയസ്സിൻ്റെ ഇടയ്ക്ക് ഇന്ന് വരക്കും ഇന്നറിയണവരും എൻ്റെ കുടുംബക്കാരും എൻ്റെ വീട്ടിലാരും എൻ്റെ അമ്പലത്തിലുള്ള ആൾക്കാരെല്ലാവരും പറയും കന്യൻ്റെ മോൻ നല്ലൊരു മോനാണ്. എല്ലാം കൊണ്ട് എൻ്റെ മോൻ നല്ല സുന്ദരനും നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയാണെന്ന് എൻ്റെ മോനെ കൊണ്ട് പറയുള്ളൂ. എല്ലാവരും ആരും എൻ്റെ മോനെ കൊണ്ട് അറിയണവരൊക്കെ ആരെക്കൊണ്ട് എൻ്റെ മോനെ അറിയണം ആരും എന്നെ കൊണ്ട് നന്മത് മാത്രമേ എൻ്റെ മോനെക്കൊണ്ട് നന്മ മാത്രമേ പറയുള്ളൂ. പെണ്ണ് കണ്ടെത്താൻ വരെ അത് വേണം. അതിന് നല്ല ശിക്ഷ പെണ്ണിന് വാങ്ങി കൊടുക്കണം. അതിനെ പുറത്ത് വിടാക്കണം. അതിനെ ശിക്ഷിക്കണം. അങ്ങനെ എൻ്റെ മോനെ ഇതാക്കി കഴിഞ്ഞവൾ എൻ്റെ മകൻ്റെ ഞങ്ങളെ ജീവിതം അവൾ വയ്യാലാക്കി. അവളെ കണ്ടെത്താൻ ഉള്ള എല്ലാ സഹകരണങ്ങളും വേണം അവളെ. എന്നിട്ട് വേണ്ട നടപടികൾ എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ അവൾക്ക് ഒരു ഇതായിട്ട് അവൾക്ക് അവിടെ നിന്ന് കഴിച്ചിടാനുള്ള സ്ഥിതി അങ്ങനെ ഉണ്ടാക്കരുത്. എനിക്ക് പറയാനുള്ളതുള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയാനൊന്നും കഴിയണില്ല. എൻ്റെ ഇതൊക്കെ പോയി, എല്ലാ കാര്യങ്ങളും പോയി. എൻ്റെ കുട്ടീൻ്റെ ഇതുണ്ട്. ആകെ ഒരൊറ്റ പൈതലുള്ളൂ. ഈ പൈതൽ മാത്രമേ ഞങ്ങളെ നോക്കാനുള്ളൂ. അതിനെളുപ്പം കൊണ്ടുപോയത് ഈ ഒരു പൈതൽ മാത്രമേ ഞങ്ങളെല്ലാ കാര്യങ്ങളും നോക്കാനുള്ളൂ.